എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും നഴ്സസ് ലൈഫിലാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ABG ഇന്റർപ്രിട്ടേഷൻ. ABG എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ഇന്റർപ്രിട്ടേഷൻ. നമ്മളെല്ലാവരും കേട്ടുള്ള കാര്യമാണ് ABG അനാലിസിസ്. അതായത് പേഷ്യന്റിന്റെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള ഗ്യാസസിനെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ABG അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻലി. അപ്പൊ ഇത് നമ്മൾ ഈ ABG അനാലിസിസ് നമ്മളൊരു 3 സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്, എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മെയിൻ ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസ്. അതിനകത്ത് ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് pH ആണ് നമ്മുടെ ബ്ലഡിന്റെ അസിഡിറ്റി, ആൽക്കലൈനിറ്റി നിശ്ചയിക്കുന്നത്. ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7.35 to 7.45. ഇത് 7.35 കുറവാണ് pH എന്നുണ്ടെങ്കിൽ മോർ അസിഡിക്കും, 7.45 മുകളിലേക്കാണ് വാല്യൂ പോകുന്നുണ്ടെങ്കിൽ ആൽക്കലൈനുമായിട്ടാണ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് PCO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 35 to 45. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തു വെക്കാം. pHന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7.35 to 45 ആണ്. ആ 35 to 45 ആണ് ഇവിടെ PCO2ന്റെ നോർമൽ വാല്യൂ. നമ്മളിവിടെ PCO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് എന്നുള്ളതാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ഭാഗത്ത് H+ അയോണിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ H+ അയോണിന്റെ സാന്നിധ്യം വരുമ്പോഴത്തേക്ക് അത് അസിഡിക് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യം ആസിഡ് എന്നാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നോർമൽ 35 to 45 ആണ്. ഇതിന്റെ അളവ് കൂടുകയാണെങ്കിൽ, അതായത് 45നേക്കാൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് അസിഡിക് ആയിട്ട് പോകും. ഈ 35നേക്കാൾ കുറയുകയാണെങ്കിൽ ആൽക്കലൈൻ ആയിട്ടും പോകും. നോർമൽ വാല്യൂവിനേക്കാൾ കൂടുന്നത് അസിഡിക് ആയിട്ട് പോകുന്നു, കുറയുന്നത് ആൽക്കലൈൻ ആയിട്ട് പോകുന്നു. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് HCO3 അഥവാ ബൈകാർബണേറ്റ്. ഇതിന്റെ നോർമൽ വാല്യൂ 22 to 26. HCO3 അല്ലെങ്കിൽ ബൈകാർബണേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ആൽക്കലി. അതായത് ഇതിന്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് ആൽക്കലൈൻ ആയിട്ടാണ് പോകുന്നത്, കുറയുന്നതനുസരിച്ച് അസിഡിക് ആയിട്ടും. അതായത് PCO2 എന്ന് പറയുമ്പോൾ അസിഡിക് ആണ്. ഇതിന്റെ വാല്യൂ കൂടുമ്പോൾ ആസിഡായിട്ട് പോകുന്നു. അതേസമയം തന്നെ HCO3 അല്ലെങ്കിൽ ബൈകാർബണേറ്റ് കൂടുമ്പോൾ ആൽക്കലിയാണ് പോകുന്നത്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് PO2, അതായത് നമ്മുടെ ഓക്സിജൻ. ഇത് നമ്മുടെ ഇന്റർപ്രിട്ടേഷനകത്ത് ഈ PO2 വലിയൊരു റോളില്ല. പക്ഷെ നമുക്ക് ഹൈപ്പോക്സീമിയ കണ്ടെത്താനായിട്ട് ഈ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 100 ആണ്. അപ്പൊ ഇത്രയും വാല്യൂസ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. ഇത്രയും വാല്യൂസ് നമ്മൾ മെമ്മറൈസ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത്. ഒന്നുകൂടെ പറയാം. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡ് ഓർ ആൽക്കലി എന്ന് തീരുമാനിക്കുന്നതിനാണ് pH നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമൽ വാല്യൂ 7.35 to 45. അടുത്തത് PCO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഓർക്കേണ്ട കാര്യം അസിഡിക് ആണ്. ഇത് നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ അസിഡിറ്റി ആണ് കാണിക്കുന്നത്, കുറഞ്ഞു വരുമ്പോൾ ആൽക്കലൈനിറ്റി. അടുത്തത് ബൈകാർബണേറ്റ് അല്ലെങ്കിൽ HCO3. ഇതിന്റെ നോർമൽ വാല്യൂ 22 to 26 ആണ്. ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ 26 കൂടുമ്പോൾ ആൽക്കലിയാണ് കാണിക്കുന്നത്, കുറയുമ്പോൾ ആസിഡ്. നമ്മുടെ PO2 ഓക്സിജൻ ഹൈപ്പോക്സീമിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 80 to 100 ആണ് ഇതിന്റെ നോർമൽ വാല്യൂ. ഇനി നമ്മുടെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ 3 സ്റ്റെപ്പ് ഓഫ് അനാലിസിസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്
ഐഡന്റിഫൈ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് റെസ്പിറേറ്ററി or metabolic. Third one, whether it is partial compensation or full compensation. ഈ 3 സ്റ്റെപ്പ് വഴിയാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ആദ്യം അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ, ഏതാണ് ഇതിന്റെ ഒറിജിൻ എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കോമ്പൻസേഷൻ നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പാർഷ്യൽ കോമ്പൻസേഷൻ ആണോ ഫുൾ കോമ്പൻസേഷൻ ആണോ എന്ന് നോക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെദർ ഇറ്റ് ഈസ് ആസിഡ് ഓർ ആൽക്കലി എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ആസിഡ് ആൽക്കലി തീരുമാനിക്കുന്നത് പി എച്ച് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. അപ്പൊ പി എച്ചിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കും. പി എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7.35 to 7.45 ആണ് നമ്മുടെ നോർമല്. ഈ 7.35നേക്കാളും കുറവാണ്, ലെസ് ദാൻ 7.35 ആണെന്നുണ്ടെങ്കിൽ ആസിഡ് ആണ്. ഗ്രേറ്റർ ദാൻ 7.45 ആണ് എന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ആസിഡ് ആണോ ആൽക്കലി ആണോ നോക്കുന്നത്. പി എസിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്നു. 7.35 കുറവാണെങ്കിൽ ആസിഡ്, 7.45 കൂടുതലാണെങ്കിൽ ആൽക്കലി. Identify whether it is respiratory or metabolic. ഇവിടെ നമ്മൾ പറയുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് PCO2, HCO3, അതായത് കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സ് ആണ്. ഇൻഹലേഷൻ എക്സലേഷൻ വഴി ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സ് ആണ്. അതുകൊണ്ട് തന്നെ PCO2 വരുന്ന ചേഞ്ചസ് റെസ്പിറേറ്ററി ആണ് കാണിക്കുന്നത്. HCO3 എന്ന് പറയുന്ന റെഗുലേറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതായത് HCO3 വരുന്ന ചേഞ്ചസ് കാണിക്കുന്നത് മെറ്റബോളിക് ആണ്. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. pH 7.20, PCO2 50, HCO3 24. അവിടെ നമ്മൾ pH നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 7.20 നോർമൽ വാല്യൂവിനേക്കാളും കുറവാണ്. 7.35 ആണ് ചെറിയ വാല്യൂ, അതിനേക്കാൾ കുറവാണ് 7.20. സോ ഇറ്റ് ഈസ് ആസിഡിക്. PCO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 to 45 ആണ് നോർമൽ, 45 എബോവ് ആണ് ഇത് പോയേക്കുന്നത്. സോ ഇറ്റ് ഈസ് അസിഡിക് ആണ്. PCO2 ആയതുകൊണ്ട് ഇത് റെസ്പിറേറ്ററി ആണ്. HCO3 വാല്യൂ എന്ന് പറഞ്ഞാൽ വിത്തിൻ നോർമൽ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇത് റെസ്പിറേറ്ററി അസിഡോസിസ്. അടുത്തതെന്ന് പറയുമ്പോൾ 7.25 അത് ആസിഡ് ആണ്. PCO2 എന്ന് പറയുന്നത് വിത്തിൻ നോർമൽ റേഞ്ചിൽ നിൽക്കുന്നു. HCO3 എന്ന് പറയുന്നത് ബിലോ നോർമൽ റേഞ്ച് ആണ്. അതായത് HCO3 കുറയുമ്പോൾ ഇറ്റ് ഇസ് അസിഡിക് ആണ്. HCO3യുടെ വാല്യൂനാണ് വ്യത്യാസം വന്നേക്കുന്നത്. സോ ഇറ്റ് ഈസ് മെറ്റബോളിക് അസിഡോസിസ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH എന്ന് പറയുന്നത് 7.48 ആണ്. ഇത് ആൽക്കലി ആണ് വരുന്നത്. PCO2 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O2 ലെവല് കുറവാണ്. റെസ്പിറേറ്ററി ഉണ്ട്.
HCO3 വാല്യൂ നോക്കുമ്പോൾ ഇത് നോർമൽ റേഞ്ചിലാണ്. അപ്പം റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അടുത്തതിന്റെ pH എന്ന് പറയുന്നത് 7.50. ഇതും അഗൈൻ ആൽക്കലി തന്നെയാണ്. PCO2 എന്ന് പറഞ്ഞാൽ 42 എന്ന് പറയുമ്പോൾ ഇത് നോർമൽ റേഞ്ചിൽ നിൽക്കുന്നു. HCO3 29 എന്ന് പറയുമ്പോൾ ആൽക്കലൈനിറ്റി കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വ്യത്യാസമുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ HCO3 ആണ്. അത് മെറ്റബോളിക് ആണ്. അപ്പൊ മെറ്റബോളിക് ആൽക്കലോസിസ്. ഇതാണ് 4 രീതിയിലുള്ളതിന്റെയും ഓരോ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഫുള്ളും ഉണ്ട്, പാർഷ്യലും ഉണ്ട്. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് റെസ്പിറേറ്ററി അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസോ ആൽക്കലോസിസോ വരുമ്പോഴത്തേക്കും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി തന്നെ കുറെ മെഷേഴ്സ് എടുക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. അതാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ബോഡി തനിയെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ് ഒരു പേഷ്യന്റിനുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ അയോൺസ് കൂടുതലായിരിക്കും. അപ്പം HCO3 റീറ്റൈൻ ചെയ്ത് ആൽക്കലോസിസ് കൂട്ടി ഇത് തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യാം. അസിഡോസും ആൽക്കലോസും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് ബോഡിയെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസ് ആണെന്നുണ്ടെങ്കിൽ HCO3 ലെവലായിരിക്കും വ്യത്യാസം വന്ന് നിൽക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ പുറന്തള്ളിക്കൊണ്ട് ആൽക്കലോസിസ് ഉണ്ടാക്കി ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക. അതാണ് കോമ്പൻസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോമ്പൻസേഷന്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ pH എന്ന് പറയുന്നത് 7.20, PCO2 48, HCO3 29. pH 7.20 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അസിഡിക് ആണ്. PCO2 48ഉം HCO3 29ഉം. ഈ കോമ്പൻസേഷന്റെ വാല്യൂസിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇവിടെയാണ്. ഇത് 2 വാല്യൂസും വ്യത്യാസമാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞു അസിഡിക് ഏതാണോ ആൽക്കലി ആണോ തീരുമാനിക്കുന്നത് pH ആണ്. അപ്പൊ ഇവിടെ അസിഡിക് എന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഈ വാല്യൂസിൽ ഏതാണ് അസിഡിക്കിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പം PCO2 എലിവേറ്റഡ് ആണ്. സോ ഇതും അസിഡിക് ആണ്. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് കാണിക്കുന്നത്. HCO3 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 കൂടി നിൽക്കുവാണ്. ഇത് ആൽക്കലോസിസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ pH അസിഡിക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു അസിഡിക് വാല്യൂ തന്നെയാണ്. ഇവിടെ റെസ്പിറേഷൻ ആണ് അസിഡോട്ടിക് കാണിക്കുന്നത്. സോ ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഈ ആൽക്കലോസിസ് വരുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി ഈ റെസ്പിറേറ്ററി അസിഡോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HCO3 ലെവല് കൂട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ HCO3 ലെവൽ ഒരു ആൽക്കലോസിസ് പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ പറയുകയാണ് ഈ pH ആണ് അസിഡിക് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ അസിഡിക് ആയതുകൊണ്ട് ഇതൊരു അസിഡിക് കണ്ടീഷനിലെ ABG ആണ് കാണിക്കുന്നത്. റെസ്പിറേറ്ററി അസിഡോസിസ് പറഞ്ഞ പോലെ ഇവിടെ കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട്. കോമ്പൻസേഷൻ നടന്നാണ് ഈ HCO3 29 കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോമ്പൻസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും pHന്റെ വാല്യൂ നോർമൽ ലെവലിലേക്ക് വന്നിട്ടില്ല. 7.20 അസിഡിക് സൈഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇത് ഒരു പാർഷ്യൽ കോമ്പൻസേഷൻ ആണ്. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ ഇത് പാർഷ്യൽ ആണ്. കാരണം pH ലെവൽ നോർമൽ ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പോ ഇത് പാർഷ്യൽ കോമ്പൻസേഷൻ ഓഫ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഈ കണ്ടീഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. pH 7.25, PCO2 30, HCO3 20. ഇവിടെ നമ്മൾ pH വാല്യൂ നോക്കുമ്പോൾ ഇത് അസിഡിക് ആണ്. 7.25 എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഇവിടെ PCO2 എന്ന് പറയുന്നത് കുറവാണ്, നോർമൽ വാല്യൂവിനേക്കാളും കുറവാണ്. HCO3 എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ അസിഡിക്കുമായിട്ട് യോജിച്ച് വരുന്നത് HCO3 20 എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇത് പറയുന്നത് മെറ്റാബോളിക് അസിഡോസിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. PCO2 ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് 7.25 എന്ന് പറയുന്നത് പാർഷ്യൽ കോമ്പൻസേഷൻ ആണ്. അടുത്ത കേസ് എന്ന് പറയുന്നത്
pH 7.50, PCO2 30, CO3 20. pH 7.50 എന്ന് പറയുമ്പോൾ ഇത് ആൽക്കലൈൻ ആണ്. PCO2 30 എന്ന് പറയുന്നതും ആൽക്കലി തന്നെയാണ്. സോ ഇറ്റ് ഈസ് റെസ്പിറേറ്ററി. HCO3 20 എന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി ആൽക്കലോസിസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ 7.50 നോർമലിലേക്ക് വന്നിട്ടില്ല. സോ ഇറ്റ് ഇസ് എ പാർഷ്യൽ കോമ്പൻസേഷൻ. പാർഷ്യൽ കോമ്പൻസേഷൻ ഓഫ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അടുത്ത കേസ് പറയുന്നത് pH 7.48 ആണ്. PCO2 49 and HCO3 29. pH 7.48 എന്ന് പറയുന്നത് അഗെയിൻ ആൽക്കലോസിസ് ആണ്. PCO2 49 എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുകയാണ്, അസിഡിക് സൈഡിലാണ് കാണുന്നത്. അപ്പൊ അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. HCO3 29. അതായത് വീണ്ടും ഇത് എന്താണ് ബൈകാർബണേറ്റ് ആൽക്കലൈനായിട്ട് കാണിക്കുന്നു. അപ്പൊ ഇതൊരു മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് കാണുന്നത്. PCO2 49 എന്ന് പറയുന്നത് കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഉയർന്നിരിക്കുന്നതാണ് ആ വാല്യൂ. ഇവിടെയും 7.48 ആയതുകൊണ്ട് പാർഷ്യൽ കോമ്പൻസേഷൻ ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കോമ്പൻസേഷന്റെ വാല്യൂസ് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നുള്ളത് നമ്മൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ pH എന്നുള്ള വാല്യൂ നോക്കുക. pHന്റെ വാല്യൂ ഏതാണോ, അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അതാണ് നമ്മൾ കൺഫേം ആയിട്ടും അതാണ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ തീരുമാനിക്കുന്ന pHന്റെ വാല്യൂ ആണ്. പിന്നെ നോക്കേണ്ടത് ഇപ്പം pH അസിഡിക് ആണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന വാല്യൂയില് ഏത് വാല്യൂ ആണോ അസിഡിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. റെസ്പിറേറ്ററിയുടെ വാല്യൂ ആണ് അസിഡിക് ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഇത് റെസ്പിറേറ്ററി അസിഡോസിസ്. അതല്ല മെറ്റബോളിക്, അതായത് HCO3യുടെ ബൈകാർബണേറ്റിന്റെ വാല്യൂ ആണ് അസിഡിക് ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ pHന്റെ ലെവലുമായിട്ട് യോജിച്ച് വരുന്നെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ്. ആ രീതിയിൽ വേണം നമ്മൾ കോമ്പൻസേഷന്റെ പാർഷ്യൽ കോമ്പൻസേഷന്റെ ഇന്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇനി ഫുൾ കോമ്പൻസേഷൻ. ഞാൻ പറഞ്ഞു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായ ആ ചേഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന കുറെ മെഷേഴ്സ് ആണ്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞതിൽ മെഷേഴ്സ് എടുത്തെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയില്ല. pH എന്ന് പറയുന്നത് എപ്പോഴും ഓൾട്ടേഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതാണ് പാർഷ്യൽ കോമ്പൻസേഷനിൽ വരുന്നത്. ഫുൾ കോമ്പൻസേഷനിൽ വരുമ്പോഴത്തേക്കും pH എന്ന് പറയുന്നത് നോർമൽ റേഞ്ചിൽ വരും. pH ഈസ് ബിറ്റ്വീൻ 7.35 to 7.45. ഈ റേഞ്ചിനുള്ളിൽ തന്നെ വരും. അപ്പൊ നമുക്കിത് ഈ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ നടന്നു കഴിഞ്ഞത് കൊണ്ട് ആസിഡിക് ആയിരുന്നോ ബേസിക് ആയിരുന്നോ നമുക്ക് അറിയാനൊക്കത്തില്ല. ഇങ്ങനത്തെ ഒരു വാല്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7.35 to 45 എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ രണ്ട് സൈഡായിട്ട് മാറ്റുന്നു. 7.35, 7.36, 7.37, 7.38, 7.39 ഇത്രയും വാല്യൂസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അസിഡിക് സൈഡ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇനി 7.41, 7.42, 7.43, 7.44 ആൻഡ് 7.45 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ആൽക്കലൈൻ സൈഡ് ആയിട്ടും കണക്ക് കൂട്ടും. അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് 7.35 താഴെയുള്ള ഒരു വാല്യൂയിലായിരുന്നു, അതായത് ആസിഡിക് സൈഡിലാണ് നിന്നിരുന്നത്. നമ്മുടെ കോമ്പൻസേഷൻ മെക്കാനിസം ഉള്ളത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് ജസ്റ്റ് അത് നോർമൽ റേഞ്ചിലേക്ക് കയറി എന്നാണ് ഈ 7.35 മുതൽ 39 വരെയുള്ള വാല്യൂസ് കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ 7.35 to 7.39 ആണെന്നുണ്ടെങ്കിൽ ഒരു അസിഡിക് കണ്ടീഷനിൽ നിന്നും കോമ്പൻസേറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂ നോർമലിലേക്ക് വന്നതായിട്ടും, അതുപോലെ തന്നെ 7.41 to 7.45 വാല്യൂ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആൽക്കലൈൻ സൈഡിൽ നിന്നും നോർമൽ റേഞ്ചിലേക്ക് കോമ്പൻസേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു വാല്യൂ വരുമ്പോഴത്തേക്കും കണ്ടീഷൻ ഏതാണെന്ന് നോക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡയഗ്നോസിസും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മെറ്റബോളിക് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയേറിയ, വൊമിറ്റിംഗ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ്, ആൽക്കലോസിസ് അങ്ങനെയും
ഡയഗ്നോസിസ് റിലേറ്റഡ് ടു ഒരു ലങ് പ്രോബ്ലം COPD അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ വാല്യൂസ് വന്ന് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം എക്സാമ്പിള് ഒരു pH എന്ന് പറയുന്നത് 7.37 PaCO2 HCO3. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും pH എന്ന് പറയുന്നത് 7.37 എന്ന് പറയുമ്പോൾ തന്നെ അസിഡിക് സൈഡിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതില് PCO2 HCO3 ഇതിൽ ഏതാണ് അസിഡിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതായത് CO2ന്റെ വാല്യൂ അസിഡിക് ആവുകയാണെങ്കിൽ 45-നേക്കാളും എബോ 45-നേക്കാൾ എബോ 50. HCO3 എന്ന് പറയുന്നത് അപ്പൊ ആൽക്കലൈൻ സൈഡിലായിരിക്കും. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആൽക്കലൈൻ സൈഡിലുള്ള ഒരു 28 ഇങ്ങനെ ഒരു വാല്യൂ ആണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് അസിഡിക് ആണ്. PCO2 അസിഡിക് സൈഡിലാണ്. സോ ഇറ്റ് ഇസ് റെസ്പിറേറ്ററി അസിഡോസിസ്. HCO3 എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ റെസ്പിറേറ്ററി അസിഡോസിസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി HCO3യുടെ അളവ് കൂട്ടിയിരിക്കുന്നു. സോ ഇവിടെ ഒരു കോമ്പൻസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് pHന്റെ വാല്യൂ നോർമലായിരുന്നത് കൊണ്ട് ഇത് ഫുൾ കോമ്പൻസേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുൾ കോമ്പൻസേഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ pH നോക്കുന്നു. pH നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 പാരാമീറ്റേഴ്സിനെ നോക്കുന്നു. ഈ വാല്യൂസ് ഓൾട്ടേഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമലിലേക്ക് എത്തിച്ചിട്ടുണ്ട്, കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട്. ഇത് കോമ്പൻസേഷന്റെ വാല്യൂ ആണ്. അപ്പം ഇത് pHന്റെ വാല്യൂ ആണ് നോക്കുന്നത്. ഇപ്പൊ അസിഡിക് സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ PCO2 HCO3 ഇവയിൽ ഏതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നോക്കുന്നു. pHന്റെ വാല്യൂ നോക്കുക. ഇത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ നോക്കിയിട്ട് PCO2 HCO3 ഇതിൽ ഏതാണ് ഇതിന്റെ pHന്റെ വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതാണ് എന്ന് നോക്കുക. pH നോർമൽ ലെവലിൽ എത്തിയിട്ടുണ്ടോ നോക്കുക. നോർമൽ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ കോമ്പൻസേറ്റഡ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ പാർഷ്യലി കോമ്പൻസേറ്റഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ABG ഇന്റർപ്രിട്ടേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 4 മെയിൻ കമ്പോണൻസ് pH, PCO2, HCO3, O2 ഈ മെയിൻ ആയിട്ടുള്ള 4 കമ്പോണൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, നോർമൽ വാല്യൂസ് നമ്മൾ പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് 3 സ്റ്റെപ്പില് നമ്മൾ ഈ വാല്യൂസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് തീരുമാനിക്കുന്നു. അത് എന്തിന്റെ വാല്യൂസ് ആണ്? pHന്റെ വാല്യൂ വെച്ചിട്ട് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ PCO2 HCO3 വെച്ചിട്ട് മെറ്റബോളിക് ആണോ റെസ്പിറേറ്ററി ആണോ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് കോമ്പൻസേഷൻ, അത് ഫുൾ ആണോ പാർഷ്യൽ ആണോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിർദ്ദേശങ്ങൾ തന്നാൽ ഞങ്ങൾ അടുത്ത വീഡിയോസിൽ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.